ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോടെക്നിക്കൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പവർഫുൾ ആയ വാട്ടർ പമ്പ് ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നമ്മുടെ വാട്ടർ പമ്പ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഒരു 12 വോൾട്ടിന്റെ വൈപ്പർ വാഷറിന്റെ മോട്ടർ. ഈ ഒരു മോട്ടറിനെ പറ്റി പറയുകയാണ്, ഈ ഒരു മോട്ടർ അത്യാവശ്യം നല്ല പവർഫുൾ തന്നെയാണ്. ഈ ഒരു മോട്ടറിന്റെ ബാക്കി ഇൻടേക്കും ഔട്ട്ലെറ്റും പോർട്ടുകളൊക്കെ ആണെങ്കിൽ ഇതാണ് ഇതിന്റെ ഇൻടേക്ക്. ഇതിലാണ് നമ്മളുടെ വെള്ളം ഇതെടുക്കുന്നത്. അതിനുശേഷം ഈ ഒരു ട്യൂബിൽ കൂടെ നമ്മുടെ മോട്ടർ വെള്ളം നല്ല പവർഫുൾ ആയി തന്നെ ഔട്ട്പുട്ടായി നൽകുന്നതായിരിക്കും. ഈ ഒരു മോട്ടറിന്റെ ഈ ഒരു 2 കണക്ഷനിലാണ് നമ്മൾ 12 വോൾട്ട് DC സപ്ലൈ നൽകേണ്ടത്. 12 വോൾട്ട് 500 മില്ലി ആംപിയർ തൊട്ട് എത്ര ആംപിയർ വേണമെങ്കിൽ ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ 2 കണക്ഷൻസും നമുക്ക് ഒരു ബാറ്ററിയിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ മോട്ടർ ഇപ്പോൾ നല്ല പവറിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു മോട്ടറിന് എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ഒരു കോസ്റ്റും വന്നിട്ടില്ല, കാരണം ഞാനിപ്പോൾ ഇതൊരു സ്ക്രാപ്പിൽ നിന്ന് എടുത്താണ്. നിങ്ങളുടെ അടുത്തൊക്കെ ഉള്ള സ്ക്രാപ്പ് മാർക്കറ്റ് ചെല്ലുകയാണ് ഈ ഒരു മോട്ടർ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു മോട്ടർ വെച്ച് എങ്ങനെയാണ് ഒരു വാട്ടർ പമ്പ് ഉണ്ടാക്കുന്നത് നമുക്ക് നേരെ നോക്കിയേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഗാർഡനോസ് ആണ് എടുത്തിട്ടുള്ളത്. ഈ ഗാർഡനോസിന്റെ ഒരു സൈഡിൽ നമ്മൾ നമ്മുടെ ടാപ്പിലേക്കൊക്കെ കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കണക്ടർ ഞാൻ ഇപ്പോൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കണക്ടർ നമുക്ക് നമ്മുടെ മോട്ടറിലേക്ക് നല്ല ടൈറ്റ് ആയിട്ടൊന്ന് നമുക്കൊന്ന് ഫിറ്റ് ചെയ്തെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഹോസിന്റെ അടുത്ത എൻഡ് നമ്മുടെ ബക്കറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു എൻഡ് ഞാൻ ഇപ്പോൾ ഇവിടെ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നമ്മുടെ ബാറ്ററിയിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നല്ല പ്രഷറിൽ തന്നെ നമുക്ക് വെള്ളം ഇവിടെ വരുന്നുണ്ട്. ഇതിൽ കൂടെ ഇതുപോലെയാണ് നമ്മൾ നമ്മുടെ അക്വേറിയത്തിലൊക്കെ വെള്ളം നിറയ്ക്കുന്നത്. ഇതുപോലെ നമുക്ക് വളരെ സിമ്പിൾ ആയി തന്നെ നമുക്ക് നമ്മുടെ അക്വേറിയത്തിൽ വെള്ളം നിറയ്ക്കാം. ഇതിനായി നമ്മുടെ ബക്കറ്റ് നമുക്ക് പൊക്കി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു അക്വേറി കുറച്ചും കൂടെ നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ബക്കറ്റ് പൊക്കിയെടുത്ത് നമുക്ക് നമ്മുടെ അക്വേറിയത്തിലേക്ക് വെള്ളം ഒഴിക്കുന്ന കുറച്ച് ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. അപ്പോൾ ഈ ഒരു ജോലിയൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയി തന്നെ ഇതുപോലെ ഒരു മോട്ടർ ഉണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത് നമ്മുടെ അക്വേറിയത്തിൽ നിന്ന് എങ്ങനെ വെള്ളം നമുക്ക് അക്വേറിയത്തിലേക്ക് ഒഴിക്കാവുന്നതായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഇതുപോലെ ഒരു ഉയർന്ന പ്ലെയിനിൽ നിൽക്കുന്ന നമ്മുടെ ഒരു ബക്കറ്റ് അക്വേറിയത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് വെള്ളം ഡ്രെയിൻ ചെയ്യാവുന്നതാണ്. അതിനെ നമ്മുടെ ബാറ്ററിയിലേക്ക് നമ്മുടെ കണക്ട് ചെയ്യുമ്പോൾ മോട്ടർ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ വെള്ളം ഇപ്പോൾ നല്ല പ്രഷറിൽ തന്നെ ഡ്രെയിൻ ആയി പോകുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയി തന്നെ വെള്ളം ഡ്രെയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബ് ബട്ടനോട് തൊട്ട് കാണുന്ന ബെൽ ഐക്കണും കൂടെ അമർത്തി കഴിഞ്ഞാൽ അത് ഓൾറെഡി ഇടുകയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.